വന്യജീവി സംഘർഷത്തിൽ നാശനഷ്ടങ്ങൾക്ക് സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡം തയ്യാറാക്കിയിരിക്കുന്നു. ദുരന്ത നിവാരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, വന്യജീവി സംഘർഷങ്ങൾ കേരളത്തിൽ പതിവാണ്. വന്യജീവി സംഘർഷങ്ങളിൽ ഈ മരിക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡം പുതുക്കി നിശ്ചയിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പരമാവധി 10 ലക്ഷം രൂപ സഹായം നൽകും എന്നുള്ള മുൻ തീരുമാനം ആവർത്തിക്കുന്നുണ്ട്. നേരത്തെയും 10 ലക്ഷം രൂപ സഹായം നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡത്തിൽ ചെറിയ തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. വനത്തിനുള്ളിൽ വെച്ചാണോ വനത്തിന് പുറത്ത് വെച്ചാണോ മരിച്ചതെന്നൊരു തർക്ക വിഷയമായിരുന്നു. എന്നാൽ വനത്തിനുള്ളിൽ വെച്ചാണോ അതോ വനത്തിന് പുറത്ത് വെച്ചാണോ മരിച്ചതെന്ന് നോക്കാതെ തന്നെ എല്ലാവർക്കും സഹായം നൽകാനുള്ള തീരുമാനമാണ് ഈ പുതുക്കിയ മാനദണ്ഡത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ കടന്നൽ, തേനീച്ച തുടങ്ങിയവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവർക്ക് 4 ലക്ഷം രൂപ സഹായം നൽകും. മറ്റ് വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവർക്കാണ് 10 ലക്ഷം. അതിൽ 4 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നികുതിയിൽ നിന്നും ഒപ്പം 6 ലക്ഷം രൂപ വനം വകുപ്പിൽ നിന്നുമാണ് നൽകുന്നത്. 60% പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ സഹായം നൽകാനാണ് തീരുമാനം. ഒപ്പം തന്നെ 40% വരെ പരിക്കേറ്റവർക്ക് 1.5 ലക്ഷം രൂപയും സഹായമായി നൽകും. ഇക്കാര്യത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആയുഷ്മാൻ സ്കീമിലുള്ളവർക്ക് ഈ പരിക്കേറ്റവർക്ക് സഹായത്തിന് അർഹത ഉണ്ടായിരിക്കില്ല എന്നും ഈ പുതുക്കിയ മാനദണ്ഡത്തിൽ പറയുന്നു. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.